That's
ടെസ്റ്റാണെന്നോ എനിക്കൊരു ഡൗട്ടില്ല. വിശുദ്ധ വിവാഹ കൂദാശ ആരംഭിക്കുകയാണ്. മണവാളനും മണവാട്ടിയും ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുക. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജനിച്ച് വളർന്നതായ പ്രിയപ്പെട്ട ജിൻസും ഷീമായും പരിശുദ്ധ സഭയുടെ വിശുദ്ധ വിവാഹ കൂദാശയിലൂടെ ഒരു കുടുംബമായി തീരുന്നതായ ഈ സാഹചര്യത്തിൽ ഇവിടെ നമ്മയൊക്കെ ക്ഷണിച്ചിരിക്കുന്നത് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇവരുടെ കുടുംബജീവിതം ദൈവത്താൽ അനുഗ്രഹീതമായി തീരുവാൻ തക്കവണ്ണമാണ്. പരിശുദ്ധമായ ആലയത്തിൽ നിൽക്കുന്നതായ ആളുകളുടെ സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊള്ളട്ടെ. ഒരു കാരണവശാലും ആരും സംസാരിക്കരുത്. കൂദാശയുടെ അന്തരീക്ഷത്തിന് ചേർന്നമായ രീതിയിൽ എല്ലാവരും പെരുമാറണമെന്ന് ഓർപ്പിക്കുന്നു. ദേവാലയത്തിൻ്റെ നടുക്ക് ക്രമീകരിച്ചിരിക്കുന്ന റെഡ് കാർപ്പറ്റിൽ നിന്ന് മണവാളനും മണവാട്ടിയും ഒഴികെ മറ്റുള്ളതായ ആളുകൾ രണ്ട് സൈഡിലേക്ക് ദയവ് ചെയ്ത് നീങ്ങി നിൽക്കുക. കൂദാശ ആരംഭിക്കുകയാണ്. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. മണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന വിശ്വരാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദോഷത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിങ്ങളുടെ
നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവേ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള നിവർത്തുമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞാൻ മനസ്സമേതും ദൈവപുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ കരുണയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടി നീ മുഖാന്തരവും ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാകണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാല് ഞങ്ങളുടെ ദുഃഖങ്ങൾ മായിക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരട്ടെ. നിന്നെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശോ വബ് കുലസുബാൻ ലോൾ മീ ോഗാദീശോ വാസികളെ സന്തോഷിപ്പിച്ചു കരുളുക കരുണാപ്തി മശീഹ സന്തോഷം. പരിപാവനധനുരുധിരങ്ങൾ കൈകൊണ്ടാളവളും കാദീശോ സംഭൂജ്യം പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ച നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കമുള്ള ഐക്യമത്യത്തിലുണ്ടാവുകയും ചെയ്യണമേ. ഹോശോ വബുക്കുലസ്ബാലവൽമീ സേവിക്കും ജ്ഞാനരചനയെന്നുര ചെയ്യും. ഭക്ഷിച്ചാൽ കൃപനിൻ അധരത്തിൽ ഹല്ലേലൂയായെന്നേക്കും നിന്നെ ദൈവം വാഴ്ത്തി പാർക്കുമോ. കാദീശോ ഉപമകളാൽ
മാനേവം ചാരുമുഖി താരം നീ ശ്ലാഘിക്കും നിൻ പ്രിയദേവൻ എൻ നാഥൻ 10,000 തൻ പൂങ്കാവാണിസറായേൽ ശുക്രൻ യാക്കോബില്ലതയിൽ തൈലത്തിൽ മൃദുലബനോത്താരകിലിൽ ആർദിലിവൻ ദൈവസമൻ വിശ്രുതനാമിവനെ നാം വാഴ്ത്തിയിടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നതായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായിട്ട് തീരണമേ. വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തെരഞ്ഞെടുത്ത എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയ രക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചികളുടെ ദാസ്യത്തിൽ നിന്നും അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതിയും. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്നേഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരവാഴ്വിന്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും സ്തുതിയും ആരാധനയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ബുക്കുൽ ഹുനിയൗമോ സ്വദഹായ ബാറക്മോർ. മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിൽ നിന്നും ഉയർന്നവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകൾ സമർത്ഥനം തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാദിന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നുള്ള തന്റെ വിശ്വാസത്തെ മനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീ ആകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചുപോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമള വാസന കൊണ്ട് ദൈവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ചു. നിന്റെ യോഗ്യതയേറെ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലേഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോദനങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീ ആകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഈ വന്യപിതാവ് ആശീർവദിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവികാനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാന സമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായി മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈരേന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന
ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഇതിനു മുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബ്കോലസ് ബാലോൻ മീൻ ബാറക്മോ ലോഹന കാബേലോ സോദവൽ ശുഭകോനോ ദോതോഹ് ബദ്രൈഹുൻ വൽമലോലം വൽമീ. പതിവ്രതയാ പരിപാവന സഭയെ വാനോൻ കാന്തൻ വീട്ടൊരു നേരം വീടിൻ ഭരണം ശീമോനേ കൽപ്പിച്ചാൻ വിലയേറിയതും രക്തത്താൽ ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ. ബാറക്കുമോ റോഹോ കാദീശോ മൂലം വാദാമൂലം വീരാകി വിശ്വസ്തേ സഭേ ഭയമെന്തിനുള്ളിൽ ക്ലേശം ലേശം വേണ്ട. ലോകത്തിനവസാനത്തിൽ വാഴും നീയാവത്തന്നെ താരാത്മജവിമലാത്മാവിൻ ഗേഹം പാർത്താൽ നിന്ത്രോണോസാ ബാറക്കുമോർ പ്രതിനിഷ്ഠയും പഠിപ്പുമുള്ള ആത്മാക്കളെ തനിക്കായി നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവേ, തിരുമുൻഭാഗം നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥ മൂലം പരസ്പരം വിവാഹം നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്നും സുഹൃത നടപടികളാവുന്ന മധുരപരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിലുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബ്കോലസ്ബാൻ ലവൽമേ കാദീശോ ദംബാരേഗ്ല എസ്ഗോശോലേം ബതൈബൂസെ ബബറസാഗേലൊൽമീ ഗോശോലേം ശുമലോയ് Ado sadabanayo dido kadisto Adabo Adabaro Adro kadisho lagaye dalo lamul ബാറക്കുമോർ നമ്മുടെ കർത്താവായ ശിമിശിയായുടെ വലത് കൈ കരുണയുടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി വലങ്കയായ കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന്
നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലതുകൈ അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ത്രീയന്മാരിൽ നിന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകണമേ. ബാറക് മോർ ഹോശോ വബുകുലസ് ബാൻ ലവുൽ മീ. ബാറക് മോർ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷിക്തൻ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേഖായുടെയും വിവാഹനിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹരഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരബലങ്ങളായ ശുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സമ്പത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ബറക്കുമോർ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിന് അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്ലീമാലി മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളുകയും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണ വർഷിക്കുകയും ചെയ്യുമാറാക്കണമേ. ബാറക്കുമോർ ഹോശോ വബുകുലസ് ബാൻ ലവുൽ മീ. സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി. വന്നേക്കും നേൻ വന്നേ വേറ്റൊരു മണവാളൻ തന്നെ. സൃഷ്ടികളതിലതിശയമാണ്ടു മഹിമയണിഞ്ഞോൾ ഞാൻ ധന്യ. താതനികേതം ഞാൻ കൂകി വിട്ടിടാം ഞാൻ റൂഹായേ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീബ രാവും
പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ശുദ്ധ വിവാഹ കൂദാശയുടെ മോതിരവാഴുവിൻ്റെ ശുശ്രൂഷ ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഇനിയും കിരീടവാഴുവിൻ്റെ ശുശ്രൂഷയാണുള്ളത്. അതിനു മുൻപായിട്ട് ഈ മക്കളെ ആശീർവദിച്ചുകൊണ്ട് എത്രയും ബഹുമാനപ്പെട്ട ബെന്നി അച്ഛൻ വിവാഹ ദിന സന്ദേശം നൽകുകയാണ്. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യ മെത്രാപ്പോലീത്ത തിരുമേനി, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ മണവാളൻ ജിൻസും മണവാട്ടി ഷീമ, ഈ വിവാഹ വിരുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏവരുമേ, ഏദൻ തോട്ടത്തിൽ ആദാം ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ട് അവന് തക്കതായ ഒരു തുണയെ അവൻ്റെ ശരീരത്തിൽ നിന്ന് വാരിയെല്ല് എടുത്ത് അതിന് ഒരു മനുഷ്യരൂപം കൊടുത്ത് ഒരു തുണയാക്കി അവരുടെ ആയുസ്സിൻ്റെ അന്ത്യം വരെയും പരസ്പരം സ്നേഹിക്കുന്നതിനും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ പദ്ധതി പൂർത്തീകരിക്കുന്നതിനുമായിട്ട് അവരെ യോജിപ്പിച്ച് ദൈവത്തിൻ്റെ വലിയ ഒരിഷ്ടം അവിടെ പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. വിവാഹ ജീവിതത്തെക്കുറിച്ചും വിവാഹ കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ്. വിവാഹ കുദാശയുടെ അവസാന ഭൂത്തോമയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏവർക്കുമായിട്ടാകുന്നു. അതായത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഈ കൂദാശ ഇവിടെ, അല്ലെങ്കിൽ അവർക്കൂടെ വേണ്ടിയാണ് ഈ കൂദാശ ഇവിടെ നടത്തപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കപ്പെടുക എന്നുള്ളത് വിവാഹ കൂദാശയുടെ ദൈവവിളിയുടെ ആ ശ്രേഷ്ഠതയാണ്. എന്താണ് ആ ദൈവവിളി എന്ന് നാം ഒന്ന് ഓർക്കണം. ഇഷ്ടത്തിലൂടെ ആരംഭിച്ച് സ്നേഹത്തിലൂടെ വളർന്ന് ദൈവത്തിൻ്റെ വിളി പൂർത്തീകരിക്കും. നമുക്കറിയാം, ഒരു ചെറുക്കൻ പെണ്ണിനെ കാണാനായിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ വരുമ്പോൾ ആദ്യം ചോദിക്കും, എല്ലാവരും ചോദിക്കുന്നതല്ല, ചെറുക്കന് പെണ്ണിനെ ഇഷ്ടമായി, പെണ്ണിന് ചെറുക്കനെ ഇഷ്ടമായി. അപ്പോൾ ആദ്യം ഇഷ്ടമാണ് തുടങ്ങുന്നത്. ഇഷ്ടത്തിലൂടെ ആരംഭിച്ച് സ്നേഹത്തിലൂടെ വളർന്ന് ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കും. എന്താണ് ദൈവിക പദ്ധതി? നിങ്ങൾ ഭൂമിയിൽ നിറയുവിൻ എന്നാണ് അബ്രഹാമിന് കൊടുത്ത ആ ഒരു വലിയ വരം, അല്ലെങ്കിൽ ആ അനുഗ്രഹം. അപ്പോൾ അതൊരു വലിയ ദൗത്യമാണ്, അല്ലെങ്കിൽ അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് ഓരോ മണവാളിനും മണവാട്ടിക്കും ഒത്തിരി കാര്യങ്ങൾ ഈ അവർ ജീവിക്കുന്നതായ ഈ സമയത്ത് ചെയ്യുവാനായിട്ടുണ്ട്. അവർ ഒന്നിച്ചിരിക്കുന്നതായ കാലഘട്ടങ്ങൾ അതെല്ലാം മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് ജിംസിനും ഷീമയ്ക്കും സാധിക്കണം. അപ്പം നമ്മളെല്ലാം വിളിച്ചു വെച്ചിട്ട്, ഇപ്പം മെത്രാപ്പോലീത്ത തിരുമേനികളുണ്ട്, നമ്മളെല്ലാം ഇന്ന് ഈ ദേവാലയത്തിൽ ഇവരുടെ വിവാഹ കൂദാശയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള ഭക്ഷണം കഴിക്കാനോ, അല്ലെങ്കിൽ മണവാളിൻ്റെ മണവാട്ടിയുടെയും പിതാവും മാതാവും ഒക്കെ വിളിച്ചപ്പം വന്നില്ലെങ്കിൽ എന്ത് വിചാരിക്കുമോ അതിനായിട്ടല്ല നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ്. എന്തിനാ? ഇവരുടെ ജീവിതം സ്വർഗരാജ്യത്തിൽ ദൈവത്തോടൊന്നിച്ചുള്ള ജീവിതത്തിനുള്ള ഒരുക്കകാലമായി മാറണം. എന്താ ദൈവത്തോടൊന്നിച്ചുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്? സന്തോഷം നിറഞ്ഞതായ, സമാധാനം നിറഞ്ഞതായ, സ്നേഹം നിറഞ്ഞതായ. അപ്പോൾ ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് എന്താകണം? ഈ സന്തോഷവും സമാധാനവും സ്നേഹവും നിറഞ്ഞതാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ചില വീടുകളിലൊക്കെ കയറി ചെല്ലുമ്പോൾ എൻ്റെ കട്ടളപ്പള്ളിൽ ഇങ്ങനെ ബോർഡ് കാണാം, എന്നതാ? ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ. ഇവരുടെ ജീവിതത്തിലും ക്രിസ്തു നായകനാകണം. ക്രിസ്തുവാകണം ഇവരുടെ ജീവിതത്തിൻ്റെ മാതൃക.
ക്രിസ്തുവിനെ മാതൃകയായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? കാൽവരിയിലെ ക്രിസ്തുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാൽവരിയിലെ ക്രൂശാണ്, യാഗമാണ്, വേദനയാണ്, സഹനമാണ്. അപ്പോൾ വിവാഹ ജീവിതത്തിന്റെ ഒത്തിരി സന്തോഷവും അതോടൊപ്പം തന്നെ സമാധാനവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിലും അതിനോട് കൂടെ ചേർന്ന് പോകുന്നതായ ഒരു കാര്യമാണ് ഈ ക്രിസ്തു സഹിച്ചതായ ആ വേദന, ആ ത്യാഗം നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഉണ്ടെന്നുള്ള ചിന്ത ഉണ്ടാകണം. അപ്പോൾ ജിംസും ഷീമയും പ്രധാനമായി ചിന്തിക്കേണ്ട കാര്യം സന്തോഷം മാത്രമല്ല ജീവിതത്തിൻ്റെ ഭാഗം. കുറച്ച് പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും. അത് സാമ്പത്തികമായിട്ടാകാം, അല്ലെങ്കിൽ മറ്റ് രോഗമായിട്ടാകാം, അല്ലെ മറ്റ് പല കാരണങ്ങളാകാം. അതൊക്കെയും സഹിച്ച് ഒരുമിച്ച് ഒറ്റക്കെട്ടാണ്. ഇവർ രണ്ടും ഒന്നാണ്, ഒറ്റക്കെട്ടാണ്. ഇവർ മണവാളിലും മണവാട്ടിയും ഒന്നാണ്. അത് ഈ വിവാഹ ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് ഹൂത്തോമേൽ പറയുന്നുണ്ട്. ഇതൊക്കെയും മനസ്സിലാക്കണം. നടക്കുന്ന ശുശ്രൂഷകൾ, പറയുന്ന വിഷയങ്ങളുടെ ആശയങ്ങളെല്ലാം നമ്മളത് ജീവിതത്തിൽ മനസ്സിലാക്കിയ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ദൈവം ഇവർ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കൂടെ ചേർന്ന് ഒരു കാര്യം കൂടെ പറയാനായിട്ടുള്ളത്, വിവാഹത്തിൽ ഒന്നിക്കുന്നത് മണവാളിലും മണവാട്ടിയും മാത്രമല്ല, രണ്ട് സമൂഹങ്ങൾ കൂടിയാണ്. ഇപ്പോൾ ഈ മണവാളൻ്റെ മാതാപിതാക്കന്മാര്, സഹോദരങ്ങള്, ബന്ധുമിത്രാദികള്, സ്നേഹിതര്, അതോടൊപ്പം തന്നെ മണവാട്ടിയുടെ മാതാപിതാക്കള്, ബന്ധുമിത്രാദികള്, സഹോദരങ്ങള്, സ്നേഹിതര്, ഇത് രണ്ട് സമൂഹമായി ഇതുവരെ നിന്നു. എന്നാൽ ഇനി ഇത് ഒരു സമൂഹമായി ഒന്നായി മാറുകയാണ്. ഒന്നായി മാറുമ്പോൾ അത് വേർതിരിവല്ല. അടുത്ത കാലത്തൊരു പ്രസംഗം കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയതിന് ഓർക്കുന്നത്, ഏതായാലും സാധാരണഗതിയിൽ കല്യാണത്തിൽ വരുമ്പോൾ കല്യാണത്തിൽ മിന്നുകെട്ട് കഴിയുന്നിടം വരെ സാധാരണ നിൽക്കുന്നത് ആൾക്കാരെല്ലാം ഒരു സൈഡ് നിൽക്കും, മണവാട്ടിൽ സൈഡല്ല ഇപ്പുറം സൈഡ് നിൽക്കും. എന്താ കാര്യം പറഞ്ഞു, ഒരു കാരണവശാലും അങ്ങനെ നിൽക്കാൻ പാടില്ല. അന്ന് നിൽക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. കാരണം ഇവർ ഇനിയും പോലെ ഒന്നാണ്, രണ്ടല്ല. അത് മനസ്സിലാക്കണം. അപ്പോൾ വിവാഹ കൂദാശയിൽ സംബന്ധിക്കും മുതൽ തന്നെ അതിൻ്റെ ആ ഒരുക്കം നമ്മളെല്ലാം ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാം സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവാഹ ജീവിതത്തിൽ ഈ എല്ലായിടത്തും സുഖവും സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാകും. അതിൻ്റെതായ തലത്തിൽ നിന്നുകൊണ്ട് പരസ്പരം മനസ്സിലാക്കി ഒന്ന് ജീവിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട്. ഇപ്പോൾ രണ്ട് പേര് കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ തന്നെ നിൽക്കുമ്പോൾ തന്നെ നമ്മളിൻ്റെ പ്രശ്നങ്ങളാണ്. ഒരു മനുഷ്യൻ രണ്ട് വശത്ത് നിന്നാൽ തന്നെ അവനിൽ തന്നെ പ്രശ്നങ്ങളാണ്, അല്ലേ? ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓർക്കും അത് വേണ്ടെന്ന് ഒരു സൈഡ് പറയും, മറ്റേ സൈഡ് ഇത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ മറ്റേ സൈഡ് പറയും ചെയ്യാൻ പറയും. അപ്പം ഒരു മനുഷ്യൻ തന്നെ നിൽക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളാണെങ്കിൽ രണ്ട് പേര് കൂടി ചേരുമ്പോൾ തീർച്ചയായും അവിടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവിടെ ചിന്തിക്കുന്നതാണ്, വിവാഹോദാശയിൽ ഇവരെ ഒന്നിപ്പിക്കുമ്പോൾ പറഞ്ഞു ഇവർ രണ്ടും ഒന്നാണ്. അപ്പോൾ നമ്മുടേതായ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെയും അതൊന്ന് കൈകാര്യം ചെയ്യണമെന്നും അത് ഇല്ലാതാക്കണമെന്നും ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാകണം. ജിംസിൻ്റെ എന്തെങ്കിലും ബലഹീനതകളോ കുറവുകളോ അല്ലെങ്കിൽ തെറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ക്ഷമിക്കാൻ ഷീമയ്ക്ക് സാധിക്കുകയും ഷീമയുടെ ബലഹീനതകളെയും കുറ്റങ്ങളെയും കുറവുകളെയും ക്ഷമിക്കാൻ ജിംസിനും സാധിക്കുകയും ചെയ്യുന്നിടത്താണ് അവിടെ ആ സന്തോഷവും സമാധാനവും നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ ആ സംസ്കാരം, കുടുംബങ്ങളുടെ കാര്യങ്ങൾ ഇത് തന്നെ വരാം. ഇപ്പം ജിംസിൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ ഷീമയുടെ കുടുംബത്തിൽ തന്നെ കാര്യമായിട്ടെടുത്ത് അതിനെ ക്ഷമയുടെയും സഹനത്തിൻ്റെയുമായ അനുഭവത്തിലൂടെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ പരസ്പരം അതോടൊപ്പം തന്നെ ഈ ഞാൻ ഇത്രയും കാര്യം പറയുമ്പോൾ മുഴുവൻ പ്രശ്നം സമാധാന സ്നേഹമാണ്. എന്നാൽ ഇടയ്ക്കുണ്ടാകാവുന്നതായ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിച്ച് മാത്രം. അതോടൊപ്പം തന്നെ ഒരു നല്ല കാര്യം ചെയ്താൽ, ജിംസ് ഒരു നല്ല കാര്യം ചെയ്താൽ കൊള്ളാം. നമ്മൾ ചിലപ്പോൾ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ചിലപ്പം അച്ചായാന്നോ ചേട്ടോ ഒന്നും വിളിക്കത്തില്ലായിരിക്കും, അല്ലെങ്കിൽ വിളിക്കുന്ന എന്തായാലും കൊള്ളാം കേട്ടോ, പേര് പറഞ്ഞിട്ട് കൊള്ളാം കേട്ടോ. ജിംസും പറയണം, ഷീമ നീ ചെയ്തത് നല്ലതാണ്, കൊള്ളാം. അങ്ങനെ നല്ലതിനെയും ചീത്തയും എൻ്റെ തന്നെ കാര്യമാണ്. ഷീമ ചെയ്യുന്നത് ജിംസിൻ്റെയാണെന്ന്, ജിംസ് ചെയ്യുന്നത് ഷീമയുടെ ആണെന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ വലിയ ഒരു നന്മയിൽ കർത്താവ് പറഞ്ഞതായ ആ വലിയ വിളി, വിവാഹമെന്ന ദൈവവിളി, അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മേലുള്ള ജീവിത ദൗത്യം. അതാണ് നിങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളാരും
തിരഞ്ഞെടുത്ത ഒരു ദൈവമാണ് കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നു. ഓർക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ആരുണ്ടാകണം? ദൈവം ഉണ്ടാകണം. ദൈവത്തിനപ്പുറമായിട്ട് വേറെ ഒരു ശക്തിയും നിങ്ങളുണ്ടാകാനായിട്ട് പാടുമില്ല. നിങ്ങളെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. തിരുമേനിയുടെ അനുവാദത്തോട് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട വൈദികരുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിവാഹജീവിതം സ്വർഗത്തിൽ ദൈവത്തോടുള്ള ഒന്നിച്ചുള്ള ജീവിതത്തിനുള്ള ഒരു കാലമായി തീരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. കിരീടവാഴുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയും ഭാവികളുമായ ഞങ്ങളുടെ മേൽ കരുണയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളും ദൈവമായ കർത്താവേ, അനശ്വരമായ വിരുന്നിനും അഴിവില്ലാത്ത മണപറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശോബ കുലസുബാൻ ലോൾമേ. ആദിമനീതിരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ോടാദാവിനെ വാഴ്ത്തിയ ദൈവം തൻ സാറയോടവറാവിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ൊടിസഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ റാഹേലോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ യോസേപ്പിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ കർത്താവെ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളൊന്നായ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ബാറഖ്മോ ഹോശോബ് കോലസ്ബാൻ ലൗൽമീ. മോദിക്കട്ടെ പരംനാഥാ ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി നല്ലവരം മുമ്പേറവരീകി. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹിമാവിൻ മുടിച്ചൂടി തലയിൽ ബാറക്കുമോ.
സ്വർഗത്തിൽ സഭയെ നിൻകാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തം പോൽ സ്വർഗീമേവും ശുദ്ധോളന്മാർക്കോ ഇവരെ കൺ നിന്നെ മേലാക്കി Golan Rahame Vagano Men Morio Nebe Morio Marahumono Rahimalenu Adarai Namla Verum Prarthi Jagardavil Nana Anigrahangalam Manogunum Yajikana Katavi Yangamil Agam Sedan Yangle Sahaikaname Stotrum Prabim Bogorchim Manu Bogata Daya Nalavu Nadim Sadai Pojimedabada Arbiguan Yangal Yogirayita Tiraname Barikhamor Undairani Polon and the Nakan Maya same Buvum Malahamar than the Simhas and the Mela in Nunda, the Nikara, the Nanikan in the Vajano, then the Behulama, Egan the young loud email de Doni, Tirisani Lake, young lady very to game. Tanima, young Prada, the Snehavorum, the Nodo Sami Vikinji, the Mahon, Edo, the Tatunianikim Darkim, the Tatu the Arati Givanala, the Perishodi Givano, Aranjarivano, Kadivila, in the Venum, Adiari, Ilkagiri, and the Bikinum, Tanala, kept another Lama, Rikeputum, Bindi kept another eye, Ladum, Bindu the Mai, Rikinum, Tandavala, the Mahimika, Imanaval and Markamanavatilkum. Sundoshigiridangle Pradanam Chinamaya Tavanistudi Avute Dasadagiridangal Shirvadikipadana Ishamidum Sagalabirina Lulam Neringal and Kalangal Yangde Ayushkal Mudula Sudim Behumano Marathani the Yogi Mauno Bagulunio Moslahaya Lowell me സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങൾ അഗ്നിമേന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ ഔന്നത്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയവാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങൾ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീ തിടുക്കമുള്ളവനാവുന്നു. ശിഷ്യാർഹന്മാരുള്ളതായ പ്രതികാരത്തിൽ അവിടുന്ന് ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിൽ സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലും ദേവന്റെ തണലും ഭയം പ്രാപിച്ചിരിക്കുന്നതായ ഇവരെയും അനുഗ്രഹിക്കണമേ. സകലവിധ പ്രവർത്തികളിലും ഉത്തമരായിരിക്കാൻ തകവണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചിരിക്കുവാൻ തകവണ്ണം നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ വരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർ കൃപ നൽകണമേ. ആത്മീയ നൽവരും ആലോചകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാനവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ താന്റെ ദാസ്യത്തിനോട് രക്ഷപ്പെടുവാനും തകോണം ഇവിടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നുള്ളതായ ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിൽ തീഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങളുടെ സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായി ഞങ്ങളെ വാങ്ങിപ്പോവരെ ആശ്വസിപ്പിക്കുകയും
സ്വർഗരാജ്യത്തിൽ വരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. എന്നാൽ നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ബാറക്കുമോ മിന്നലോഹന ഖാബേലോ സോദവൽ ശുഭഖോനോ ദോതോഹെ ബദ്രൈഹൂൻ വൽമലോ ലം വൽമീ സുന്ദരകളിൽ സുന്ദരി ജാതികളിൽ സുനും ദ്രുപതിശലോമോർവിമലസതേ നിന്നേലാളിത്തും നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു വസനസുൻ സകലവിധം സുമുഖി നീ കാരത്തീണ്ടത്തോൾ ശ്രീമായി വന്നിപ്പതിനാൽ രാജാവാം ശിവൻ ഹല്ലേലൂയ കാക്കുന്നു നിന്നെ ബാറക്കുമോ ലാബോലബറോവൽ റൂഹോ ഗാദീശോ ഹല്ലേലൂയ മെൻമൂലം വാദാമൂലം വൽമീനാമി ഹല്ലേലൂയ പുലരിയില പരമോന്നതനാം ദൈവത്തെ വാഴ്ത്തും ദൈവൻ പറവയോടൊപ്പം താൻ സഭ സംഗീതത്തിൽ ദാവീദിന്റെ കിന്നരവും പേറി അവളീരയരോടൊപ്പം പാടുന്നു 150 കമ്പികളിലും തമ്പുരു വാദ്യത്താൽ അവളുടെ ഓനെ വാഴ്ത്തിടും ഉലകങ്ങളിലെങ്ങും ഹല്ലേലൂയ കൃപ വർഷിച്ചിടാ. കൊത്തിനെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനെ ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെ തലവുനിൽക്കുന്ന ഈ ദാസനെ സുഗന്ധവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായി നിന്റെ വലത് ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പന ആചരിക്കുകയും ചെയ്തുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിരുന്നിനെ ഞങ്ങളെയും ഇവരെ യോഗ്യരാക്കണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത്ത് ഭാഗത്തുള്ള നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകുലസ്മാലവൽമീ നിങ്ങളെ ഞങ്ങളറിയിച്ചതൊഴി നിങ്ങൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളോ പാലിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം അവസാനിപ്പിപ്പോൾ ധന്യൻ. പരിശുദ്ധനായ പൗലോസ്ലീഹായ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുമായി ബാറക്കുമോ സ്ലീഹായുടെ സ്നേഹം നമ്മുടെ മേലത്തെ അനുഗ്രഹങ്ങൾ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവ്വത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവീൻ. മിശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവീൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മിശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ മിശിഹ തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും വേണ്ടുവണ്ണം ശുദ്ധീകരിക്കുവാനും കുറ്റമോ കുറവോ തത്തുല്യങ്ങളായ മറ്റു വല്ലതുമോ കൂടാതെ
നിർമ്മലയും വിശുദ്ധിയുമായ തേജോസിനിയായി സ്വകിയാക്കുവാനുമായിട്ട് സഭയ്ക്കായി മിശിഹാസപ്രാണനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദുഷിക്കുന്നില്ലല്ലോ. ആഹായി പാറിക്കുമോ. പരം നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി. ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ തീർക്കുമാറാകട്ടെ. വാഴ്ത്തപ്പെടവനാകുന്നു. നമ്മുടെ ശിക്ഷയായി തന്നെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Dam da bruno se de moran malohan forogo dilani shumishio Melsuduhaya loho Desbazar membasuldo gadiso Mariam Olende Lokhano ിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദാന്റെ മറുകരയിൽ യഹൂദയുടെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാർ അടുത്തിയെന്ന് ഏതോ ഒരു കാരണത്താലെങ്കിലും ഒരു ദിനം തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദ്യ സൃഷ്ടികർത്താവേ ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടൊരു ശരീരമാകുന്നു. ആയതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതേന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. നീതി മഹാരവിയാം നിന്നെ നിർമ്മലയാം സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യം ക്രമമായി നിന്നീട്ടകിലാധിപന നിൻ പ്രാപ്തി വിധി പോൽ ഭംഗ ഘോഷിച്ചു. ശമലംഗ്ലേലിയോൽ റിഷദാലൈഹു ബസീമി ബാരിക്കുമോ അശുമദാബോ ആമീബറോ ആമീൻ അദ്റുഹ ഖദീശു ലഹായ അലോലം ഉൽമി
ലഹസിനോയോയേ ക്ലീലോ ദാബുൻ സോയേ ബ്രിസേ ഹാദോ മോറ ബറഹമേ കോഹനേ വംശം സോരേ ഹസിനെ ബഹലി ലൈഹോ കല്ലോ സോ ബഹലോ ലൈഹേ ലബേദേ ദമറാ ബനസ്മായോ സയാബ് നൂഗേ ലഹസിനോയോയേ ക്ലീലോ ദാബുൻ സോയേ ബ്രിസേ ഹുക്കുമോ ഷാഫി ക്ലീലോ ദഗ്ദൽ വൽകോ മശീഹോ ഈദായി കോഹനെ സഹായോ റീസോ ഗസനോ കൽസോ بنسمايو صياغ نوغي ലഹസിനോയോയേ ക്ലീലോ ദാബുൻ സോയേ ബ്രിസേ ഓ ഹസിനോദ സുറോറോ നഗിലൂവിൻ ഉൽമോ ആയോ മാഗൽ തീസേ സീതേ നഗദേ ആമോ വല്ലോലാ പറക്മോർ കർത്താവ് നിന്നെ നീതേങ്കിരിടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ലഖൽസോയോയേ ക്ലീലോ ദാബുൻ സോയേ ബ്രിസേ ഹാദോ മോറാ ബറഹമേ കോഹനേ വംശം സോരേ വഹസിനെ ബലി ലൈഹോ കല്ലോ സോ ബഹരോ നൈഹേ بنسمايو صياغ نوغي ലഖൽസോയോയേ ക്ലീലോ ദാബുൻ സോയേ ബ്രിസോ ഹുക്കുമോ ഷാഫി ക്ലീലോ ദഗ്ദൽ മൽകോ മശീഹോ ഈദായി കോഹനെ സഹായോ റീസോ ഗസനോ കൽസോ بنسمايو صياغ نوغي ലഖൽസോയോയേ ക്ലീലോ ദാബുൻ സോയേ ബ്രിസോ ദോനോ ക്ലീലോ ഹസിനോ ക്ലീലോ ലഗിലി ലൈഹേ നഖോസോ പറക്മോർ നീതീൻ കിരീടവും അക്ഷയ ഭംഗിയുമുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും Seino, slibo niso duso, kuso, slibadu beri prekina. എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ.
ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യൗസേപ്പിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും വന്യപിതാവിന്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോട് എന്നതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായ് മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികരേറ്റാം. ബാറക് മോർ ഹോസോ വബ്കുലസ് ബാൻ ല ഉൽമീ. തോട്ടം നട്ടോനേ നീയാണൻ യുവമണവാളൻ നിൻ തോട്ടത്തിലൻ പേർക്കായി വീശിച്ചിടുക കുളിർത്തന്നൽ. അവകാശധനം ഉദ്ധിതമാക്കി പീഡകളാൽ അടിമ വിടർത്തി സ്വർഗത്തിൽ പന്തിലെന്നെ നീയേറ്റി. നിറയും വാതിൽ തുറന്നീ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിലൻപുണ്ടാകേണം. ദമ്പതികൾക്കായി വരവേണം. തേജോലോകത്തിവരുടെ കാലം ശുഭമാകേണം. സ്തുതി പാടാൻ കിന്നരവേദി സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവേ ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം. സർവം കേട്ടിട്ടഭ്യർത്ഥനയെ കൈക്കൊള്ളുവോരേ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളെ കൃപ ചെയ്യണം. ബാറക് മോർ. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സമ്പൂർണരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളവരും ബഹുമാന്യരായ പൂർവികർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവങ്കേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെ മുൻപാകെയാണെന്ന് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയം അറിയാത്തവന്റെ സന്നിധിയിലല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ, ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം തമ്പുരാൻ മധ്യസ്ഥനായിരിക്കട്ടെ. ദൈവീക കൽപ്പനകൾക്ക് വിരുദ്ധമായി
നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഇതിനാൽ ഞങ്ങൾ കുറ്റമറ്റവരായിരിക്കും. ബോറഖുമോർ, ഈ വന്യപിതാവിലും പട്ടക്കാരിലും ശിമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാണലിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജന്യയുമായ വിശുദ്ധ കന്യകമർത്തമറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഇവൾ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകിയാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. തൻ്റെ പ്രാണനെ പോലെ അവൾ അവനോട് വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം നൽകണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ നൽകണം. അവളും ന്യായമായ പ്രകാരം അവൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടെ അവൾ അവൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സ്ഥലത്തിന്റെയും സൃഷ്ടാവായ സത്യേകതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വലോകവും പിതാവിനും ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശനും പിതാവിനുടെ സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായി ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുഷ്പ്രകാരം മൂന്നിറങ്ങി വിശ്വറുഹായാൽ ദൈവമാതാവായ വിശ്വകന്യമറിയാമിൽ നിന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഇവിടുത്തെ സുഖത്തിലേക്ക് കരകയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവരും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വിനിമയത്തോടെ ഇനി പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിന്റെ അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടുകൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും സ്നേഹന്മാരും സംസാരിച്ചതുമായി ജീവനും വിശുദ്ധ ഏകറുഹായിലും കാതോലികവും സ്നേഹവുമായ ഏകം വിശുദ്ധയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയി ഉയർപ്പിനും വരുവാനിക്കുന്ന ലോകത്തിലെ പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ പാർക്കുമ്പോൾ സംകാല കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോ ദമഹൈനെ ലിഹിലോദനഹമേനെ നെബദറഹമേയൽ കോല ലഹൗദാബത്തു സിബിയോനെ ദിനാബർവൻ ബാത്തിൽ മേനാ മഹോസോ ശബ്ദേദരോഗ്സോ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഇപ്പോൾ ഈ മണവാളനും മണവാട്ടിക്കും പ്രത്യേകമായിട്ടുള്ള ആശീർവാദം നൽകുകയും ചെയ്യുന്നു. ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട മണവാളനും മണവാട്ടിക്കും വൈദികരോട് ചേർന്ന് നമ്മളെല്ലാവരും ഒന്നിച്ച് ഈ സമയമൊക്കെയും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രത്യേകിച്ചും മണവാളന് ആ കുടുംബം, അവർ ജിംസായാലും ജിംസായാലും അപ്പുവായാലും അവരെല്ലാം ആ മൂവരും അനുഗ്രഹീതരായിട്ട് പരിശുദ്ധ സഭയെ പ്രതി, ഇടവകയെ പ്രതി, ജ്ഞാനായ സമുദായത്തെ പ്രതി വളരെ തീക്ഷ്ണതയുള്ള കുട്ടികളാണ് എന്ന്, യുവാക്കളാണ് എന്ന് സന്തോഷത്തോടെ പറയട്ടെ. ജിംസും ഒക്കെയും അങ്ങ് കടലിനക്കരെ ദേശരാജ്യങ്ങളിൽ കഴിയുമ്പോൾ
അവിടേക്കൊക്കെ ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഞങ്ങൾ മെത്രാപ്പൊലീത്തന്മാരെ വൈദികരോട് കാണിക്കുന്ന എല്ലാ സ്നേഹ താല്പര്യങ്ങളും പ്രത്യേകമായിട്ട് ഓർക്കട്ടെ. അതോടൊപ്പം തന്നെ ഞാൻ ഓർക്കുകയാണ്, ടിംസും ജിംസും ഒക്കെയും അവർ വിദേശത്തായിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു പള്ളിയിൽ നിന്ന് ദൂരെ തന്നെ എന്നോട് ചേർന്ന് നിൽക്കുന്ന ജിനുവച്ചൻ ഉൾപ്പെടെ വെളുപ്പാങ്കാലത്ത് ഒരു 2 മണി സമയത്ത് അവിടെ തന്നെയുള്ള മറ്റൊരു പള്ളിയിൽ പോയി വളരെ ദൂരം കഴിഞ്ഞ് കടന്നു വരുമ്പോൾ നമ്മുടെ യുവാക്കളെല്ലാം ഈ വെളുപ്പാങ്കാലത്ത് 2 മണിക്ക് മെത്രാപ്പൊലീത്തി എന്നുള്ള നിലയിൽ ഞങ്ങളെയും വൈദികരെയും ഒക്കെയും സന്തോഷത്തോടെ കൈക്കൊള്ളുവാൻ തക്കവണ്ണം അവർ തന്നെ സ്വമേധയാ താല്പര്യപ്പെട്ട് നിൽക്കുകയും അതിൻ്റെ അവരെവിടെയാണോ ഒന്നിച്ചുകൂടുകയെ അതിൻ്റെ നടത്തിപ്പുകാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളൊന്നും പെട്ടെന്ന് മറക്കാനാവില്ല. അതെല്ലാം പരിശുദ്ധ സഭീകനായ സമൂഹത്തെയും അതിൻ്റെ സത്യവിശ്വാസത്തെയും എത്രമാത്രം താല്പര്യത്തോടെ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് ഈ സമയത്ത് ഞാൻ ഓർക്കട്ടെ. അതോടൊപ്പം തന്നെ ഇവരുടെ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയ ഇവരുടെ പിതാവ് ഇട്ടി എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചുകൊണ്ടിരുന്ന ആ കർത്തൃദാസനും എൻ്റെ കുടുംബവുമായിട്ട് വളരെ സ്നേഹബന്ധത്തിലായിരുന്നു, സ്നേഹത്തോടെ പ്രവൃത്തി വർദ്ധിച്ചത് ഞാൻ ഓർക്കട്ടെ. ഞാൻ ശമ്മാശനും വൈദികനുമൊക്കെയുമായിരിക്കുമ്പോൾ ഇവരുടെ പിതാവ്, മണവാളൻ്റെ പിതാവിൻ്റെ ആ പ്രത്യേകമായ സ്നേഹ താല്പര്യങ്ങളും ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. മണവാട്ടിയെയും കുടുംബത്തെയും അവരുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് ദൈവസന്നദ്ധയിൽ സമർപ്പിക്കുന്നു. കടന്നു വന്ന നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുവാൻ തക്കവണ്ണം വീണ്ടും നിങ്ങൾക്ക് ആശീർവാദം നൽകി ഈ ശുശ്രൂഷ സമാപിക്കും. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകും. ആത്മീയമായി ഈ വിവാഹ ശുശ്രൂഷയെ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെയും നിങ്ങളിൽ നിന്ന് ദൈവസന്നദ്ധിയിലേക്ക് വാങ്ങിപ്പോയിട്ടുള്ള നിങ്ങളുടെ പരേതരെയും ദൈവം തമ്പുരാൻ പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, കുറ്റമുള്ളതും കുറവുള്ളതുമായ അടിയങ്ങളുടെ പ്രാർത്ഥന ഉന്നതമായി അവിടുത്തെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരട്ടെ. ആബോ വബറോ റൂഹോ കാദീശോ ഓശോ വബുകുല സുബാൻ ലവൽ മീൻ. കർത്താവിൽ അനുഗ്രഹീതരായവരെ, വിശുദ്ധ വിവാഹ കൂദാശ സമാപിച്ചിരിക്കുകയാണ്. ഈ കൂദാശ ആശീർവദിച്ചതായ അഭിവന്യാമലി മെത്രാപ്പൊലീത്ത തിരുമനസ്സിനും എല്ലാ വൈദികർക്കും പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതായ പ്രിയപ്പെട്ട ജിൻസിനും ഷീമായിക്കും ചിങ്ങമന സെൻറ് ജോൺസ് ദേറാപ്പള്ളിയുടെ എല്ലാ മംഗള ആശംസകളും നേരുകയാണ്. ഇവരുടെ വിവാഹ ജീവിതം ധന്യമായി തീരുവാൻ തക്കവണ്ണം വിശുദ്ധ ഗ്രന്ഥം ബഹുമാനപ്പെട്ട ജിനു അച്ഛൻ ഇവർക്ക് സമ്മാനിക്കുകയും